നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിധി തള്ളി മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്താ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ? നന്ദി വേണ്ട ആന്റി, നിന്ദിക്കാതിരുന്നൂടെ? രാവിലെ കൊളുത്തിയ നിലവിളക്ക് 2 പ്രാവശ്യം കെട്ടുപോയി. എന്തോ അനർത്ഥം വരാൻ പോകുന്നതായിട്ട് അപ്പോഴേ ഞാൻ ഭയന്നിരുന്നു. ഇനി ഇവരുടെ താലികെട്ട് നടത്താൻ തീരുമാനിച്ചത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടു കാണില്ലേ? ഇനി അതുകൂടി നടന്ന ഈശ്വരമംഗലത്തിന്റെ പേര് മാറ്റി അനർത്ഥമംഗലം എന്നാക്കാം. എന്തിനാ സാക്ഷാൽ ഈശ്വരന്റെ പേര് മാറ്റി ആന്റിയുടെ പേരിടുന്നത്? ഞാനല്ലടി, നീയാണ് അനർത്ഥം. നിന്റേത് ഭാഗ്യജാതകമല്ല, കാലു കുത്തുന്നിടം മുടിക്കുന്ന തരം ദോഷജാതകമാ. വെറുതെ ആരും ബഹളം വെക്കണ്ട. ഞാൻ ജോത്സ്യനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വന്നൊന്ന് രാശി വെക്കട്ടെ. പരിഹാരം വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാലോ. അതെ, പിറന്നാൾ അടുക്കുമ്പോ അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് അദ്ദേഹം അന്നേ പറഞ്ഞിരുന്നതാ. നിധി, എനിക്കൊന്ന് കിടക്കണം. ജോത്സ്യം വരുമ്പോ വിളിച്ചാ മതി. വാ. അയ്യോ, ഗൗതം ലാപ്ടോപ്പ് ചാർജ് ചെയ്തില്ല. ശിവാനി, എങ്കിൽ ഓൺ ചെയ്യ്. നിന്നെ തട്ടിമാറ്റാൻ ആരും വരുമെന്ന് കരുതുകയേ വേണ്ട. മുപ്പതാം പിറന്നാൾ ഉദ്ദേശിക്കുന്ന വിധം കടന്നുപോയാൽ പിന്നെ പേടിക്കാനൊന്നുമില്ലെന്നാണ് പ്രശ്നവശാൽ കാണുന്നത്. അതായത് നിധിയുടെ കഴുത്തിൽ നിന്ന് പൊട്ടിവീണ താലി വീണ്ടും കെട്ടി എല്ലാ അർത്ഥത്തിലും നിധിയും ഗൗതവും ഒന്നാവണം. അതോടെ പ്രശ്നങ്ങളെല്ലാം തീരും. അല്ല ജോത്സരെങ്കിലെ, ഈ എല്ലാ അർത്ഥത്തിലും ഒന്നാവാന്നൊക്കെ പറഞ്ഞ എന്താ ഉദ്ദേശിച്ചത്? അതെ, മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി 2 ദിവസം കൂടെ കാത്തിരുന്നാ മതിയല്ലോ. അതിനു മുമ്പ് ദൈവം ഗൗതമിന് ആപത്തൊന്നും വരുത്തില്ല. താലികെട്ട് നടത്തുന്ന കാര്യം ഇവിടെ എല്ലാരും കൊട്ടിഘോഷിച്ചു. പക്ഷേ ഗൗതമും നിധിയും ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുന്നതിനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല. അതിന് പ്രത്യേകിച്ച് പറയാൻ വല്ലതുണ്ടോ? ഗൗതമിന്റെ ജാതകദോഷം മാറാൻ 3 കാര്യങ്ങൾ വേണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാ. വിവാഹം, പൂജാമുറിയിൽ വിളക്ക് കൊളുത്തൽ, ശാന്തി മുഹൂർത്തം. അതിലും മാറ്റമൊന്നുമില്ല. പാർവതി നിധി എന്നെ കാണാൻ വന്നപ്പോ ഇതൊക്കെ ഞാൻ പറഞ്ഞതാ. ശാന്തി മുഹൂർത്തം കുറിച്ചതായിട്ട് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. അതിന് കാരണമുണ്ട്. ആ കാരണം ഞാൻ ജോത്സ്യം പോയി കഴിഞ്ഞ് പറയാം. ജോത്സ്യരുള്ളപ്പോ പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം മറച്ചു വെച്ചതിന് ഏട്ടത്തിയും നിധിയും മറുപടി പറഞ്ഞേ പറ്റൂ. ഇനി ജോത്സ്യരല്ല, ഞാൻ നിൽക്കുന്നതാണ് പ്രശ്നമെങ്കിൽ തുറന്നു പറയാം. 30 വർഷത്തെ എന്റെ സ്ഥാനം രാജിവെച്ച് ഞാൻ എല്ലാം ഒരു സൈഡിൽ നിന്ന് പൊളിച്ചെടുക്കാം. നീ എന്താ 30 വർഷത്തെ കണക്ക് പറഞ്ഞ് എന്നെ വിരട്ടാണോ? നിന്നെ പേടിച്ചിട്ടൊന്നും അല്ല. നമ്മുടെ കുടുംബകാര്യങ്ങൾ ജോത്സ്യൻ അറിയണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞത്. കേൾക്കാൻ നിനക്ക് ഒളിപ്പില്ലെങ്കിൽ പറയാൻ എനിക്കും ബുദ്ധിമുട്ടില്ല. പാർവതി, നീ കാര്യങ്ങൾ കുറച്ച് സമാധാനപരമായിട്ട് സംസാരിക്കേ. എന്ത് സമാധാനം? കുടുംബത്തിലുള്ള പുരുഷന്മാർ ആണുങ്ങളെ പോലെ പെരുമാറിയില്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഒരു കാലത്ത് സമാധാനം കിട്ടില്ല. ജോൾസിന്റെ വീട്ടിൽ നിന്ന് ഞാനും നിധിയും മടങ്ങിയെത്തിയപ്പോ ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു?
ഗൗതമിന്റെ ജീവനേക്കാൾ വലുത് അവന്റെ പിറന്നാൾ ആഘോഷമാണെന്നുള്ള മട്ടില്ല വസു സംസാരിച്ചത്. താലികെട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ വസു എതിർത്തു. ആ സമയത്ത് ഗൗതം എന്താ പറഞ്ഞത്? താലികെട്ട് നടന്നാലും ശിവാനിക്ക് ജീവിതം ഉണ്ടാക്കിയിട്ടെ അവൻ സ്വന്തം ജീവിതം നോക്കൂന്ന്. വസുവിന്റെ തലയെ തൊട്ട് ഇവൻ സത്യം ചെയ്യാൻ തുടങ്ങി. നിധി തടഞ്ഞതുകൊണ്ട് മാത്രം അത് നടക്കാഞ്ഞത്. എങ്കിലുവേ ഇവിടെ നടന്നത് ചില്ലറ പുകലൊന്നും അല്ലായിരുന്നു. ആ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ ജോത്സ്യം പറഞ്ഞത് മുഴുവൻ പറയും? പറഞ്ഞിരുന്നെങ്കിൽ വസു ഈ വീട് തന്നെ എടുത്ത് മറിച്ചേനെ. എങ്കിലും ഇത് ഗൗതമന്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഇത് നിങ്ങൾ രണ്ടുപേരും മറച്ചുവെച്ചത് ശരിയായില്ല. നിധിക്കെങ്കിലും ഇതൊക്കെ പറയാമായിരുന്നു. ഞാനിങ്ങനെ ഇതൊക്കെ പറയാ? എന്നോട് പറയാമായിരുന്നല്ലോ. നിങ്ങളിത് മറച്ചു വെച്ചാൽ ഒരു ന്യായീകരണമില്ല നിധി. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഇതിന്റെ ബാക്കി നോക്കുക, അത്ര തന്നെ. താലികെട്ട് നടക്കുന്ന ദിവസം തന്നെ ഹോട്ടലില് ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. അത് കഴിയുമ്പോ നേരം വെളുക്കും. വസുന്ധര എല്ലാം അറിഞ്ഞു ചെയ്യുന്നുണ്ടല്ലോ. ഫംഗ്ഷൻ നടക്കുന്ന ഹോട്ടലിൽ ഇവർക്കൊരു റൂം എടുത്തു കൊടുത്താൽ മതി. പിന്നെ നിങ്ങളാരും ഒന്നും അറിയണ്ട. ശാന്തി മുഹൂർത്തം അതിന്റെ മുറ പോലെ അവിടെ നടന്നോളും. ഗൗതമൻ എന്താ ഒരു സന്തോഷമില്ലാത്തത്? ഞാനത് മറച്ചു വെച്ചതുകൊണ്ട് എന്നോട് നീരസമായിരിക്കോ? മാനസികമായി നിധിയും ഗൗതമും ഏറെ അടുത്തു കഴിഞ്ഞു. അതുകൊണ്ടിനി നിങ്ങൾ തീരുമാനിക്കുന്നതാണ് നിങ്ങളുടെ ശാന്തി മുഹൂർത്തം. ഞാൻ കരുതിയത് ഇതൊക്കെ ഇതിനകം കഴിഞ്ഞു കാണുന്ന. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ നിങ്ങൾ അഭിനയിക്കുകയായിരുന്നു എന്നാ എന്റെ വിചാരം. അല്ലെങ്കിലും ഞങ്ങൾ നല്ല കുട്ടികളാ. നല്ല കുട്ടിയായിരുന്നെങ്കിൽ നിധിയുടെ വയറ്റിൽ ഇതിനകം ഒരു കുഞ്ഞുവാവി ഉണ്ടായേനെ. ഓ, നല്ല കേമൻ ജോത്സ്യര്. ഒരു മുഹൂർത്തം പോലും കുറിക്കാതെ ക്ലയൻസിന് കൊടുക്കുന്ന ഉപദേശം കൊള്ളാം. വസുന്ധരെ, പുഴ കടലിൽ ചെന്ന് ചേരുന്നത് മുഹൂർത്തം നോക്കിയല്ല. ഇവരും അങ്ങനെ ആവുമെന്നാ ഞാൻ കരുതിയത്. പക്ഷേ കുറെ പ്രതിജ്ഞകൾ കൊണ്ട് ജീവിതത്തെ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പാലിക്കാൻ പറ്റാത്ത പ്രതിജ്ഞ എടുത്തതിന് നിധിക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഗൗതമിനോട് പ്രത്യേകം പറയണോ? വേണ്ട. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതം പ്രതിജ്ഞകൾ കൊണ്ട് ചുറ്റിക്കെട്ടില്ല. ഞാനും. മക്കളും കൊച്ചുമക്കളും ഒക്കെയായി 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് ജീവിക്കാൻ എന്റെ എല്ലാ ആശംസകളും നേരുന്നു. പിന്നെ ഈ ആശംസ നിങ്ങൾക്കും കൂടി ഉള്ളതാണ്. താങ്ക് യു ജോത്സരെ. ഞങ്ങൾക്കുള്ള ആശംസയില്ലേ ഇനി കൊച്ചുമക്കൾ മാത്രമേ ഉള്ളൂന്ന് ജോത്സ്യം പ്രത്യേകം പറയണം. ജോത്സ്യരെല്ലാം നേരത്തെ പറഞ്ഞു ഉറപ്പിച്ചതാ. എന്നിട്ട് എന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഗൗതമും നിധി ഏട്ടത്തെയും ചേർന്ന് എല്ലാം മറച്ചു വെച്ചു. എനിക്ക് തോന്നുന്നത് ഈ വീട്ടില് നമ്മൾ ഒഴികെ ബാക്കി എല്ലാവരും വരാനിരിക്കുന്ന വിപത്തിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെന്ന്. ആയിരിക്കും. ഏട്ടൻ പോലും ഇക്കാര്യത്തിൽ ചതിച്ചു കാണും. 30 വർഷത്തെ എന്റെ ത്യാഗത്തെക്കുറിച്ച് ആർക്കും ഓർമ്മ പോലും ഇല്ല. ആ കടുത്ത ത്യാഗം എന്താ ആന്റി? അതറിയാൻ എനിക്കും ആഗ്രഹമുണ്ട് ആന്റി. പറ ആന്റി, ഞാൻ വേറെ ആരോടും പറയില്ല. മിണ്ടരുത് നീ. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത നീ അതൊന്നും അറിയണ്ട. നിധി, അവളെ ഒതുക്കണം. എന്തു വില കൊടുത്തു ഒതുക്കണം. ആ കിഡ്നാപ്പിംഗ് ടീമിനെ ഒന്നുകൂടി ഇറക്കിയാലോ? അവളെ ഒതുക്കാൻ അതേ വഴിയുള്ളൂ. ഓ, എന്നെ എങ്ങനെ ഒതുക്കാന്നാണോ ഇവിടെ ചർച്ച? നിങ്ങളെ കാണുമ്പോഴേ എന്റെ കുട്ടിക്കാലത്ത് വായിച്ച ചിത്രകഥയിലെ 2 കഥാപാത്രങ്ങളുണ്ടല്ലോ, അവരെയാണ് ഓർമ്മ വരുന്നത്. ശിവാനി, നിനക്ക് ഓർമ്മയില്ലേ
ഒരു കുട്ടിച്ചാത്തനെ പിടിക്കാൻ വേണ്ടി കുപ്പിയായിട്ട് നടക്കുന്ന രണ്ടുപേരുണ്ടല്ലോ. എന്തായിരുന്നു അവരുടെ പേര്? കുട്ടൂസിനും ഡാഗിനിയും. ആ അത് തന്നെ. അതുപോലെ എന്നെ കൊടുക്കാൻ നിങ്ങൾ രണ്ടുപേരും നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ? ഇനിയെങ്കിലും മതിയാക്കിക്കൂടെ? ഇല്ലടി, ജയിക്കുന്നത് വരെ ഞാൻ ഈ ശ്രമം തുടരും. ചിത്രകഥയിലെ ദുർമന്ത്രവാദിനിയും ആന്റിയെ പോലെ തന്നെ എത്ര തോറ്റാലും പഠിക്കില്ല. ഒരു വ്യത്യാസം ഉണ്ടടി. ഇവിടെ നീയാണ് ദുർമന്ത്രവാദിനി, ഞാൻ മഹാറാണിയാ, ഈ കുടുംബത്തിലെ ചക്രവർത്തിനി. ദുർമന്ത്രവാദവും ആഭിചാരവും ചെയ്ത് ഈ കുടുംബത്തെ നീ മയക്കിയെടുത്തു. ഇന്ന് തന്നെ ഈ കുടുംബത്തിന്റെ അന്ധവിശ്വാസം മുതലെടുത്ത് നിന്റെ ശിങ്കിടിയായ ജോത്സ്യരെ കൊണ്ട് നീ ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചതാ. പെണ്ണായാലേ വാക്കിന് വില വേണം, നിനക്കതില്ല. നിന്റെ വാക്കും പഴയ കീറച്ചാക്കും ഒരുപോലെയാ. ശിവാനിയുടെ കല്യാണം കഴിഞ്ഞ് നീ ഒത്തൊരു ജീവിതം തുടങ്ങുമെന്ന് അവൻ എനിക്ക് വാക്ക് തന്നതാ. നീ അവനെ പറഞ്ഞു മയക്കി അതും മാറ്റിച്ചു. അതെ, ഞാനും ഗൗതവും തന്ന വാക്കുകൾക്കെല്ലാം പിന്നിൽ നിങ്ങളുടെ ചതിയായിരുന്നു. അമ്മായിയെ കൊണ്ട് എന്നെ പ്രകോപിപ്പിച്ച് പ്രതിജ്ഞ എടുപ്പിച്ചത് നിങ്ങളാണെന്ന് മനസ്സിലാക്കിയ ആ നിമിഷം ഞാൻ എന്റെ പ്രതിജ്ഞ മറക്കാൻ തയ്യാറായിരുന്നു. അന്ന് ഗൗതമ എന്റെ വാക്ക് മാനിക്കണമെന്നും പറഞ്ഞ് എന്നെ തടഞ്ഞത്. ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ താലികെട്ട് ഇതിനു മുൻപ് തന്നെ നടക്കുമായിരുന്നു.